കുഞ്ഞാപ്പു ഇത്രയും വരെ ജനിച്ച് വളർന്ന നാട്ടിൽ ഒരു എത്ര വോട്ടിന് ഭൂരിപക്ഷം ഒരു പാർട്ടി ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും വലിയ സന്താനമായ കാര്യം തന്നെയാണ്. അത് ജനങ്ങൾ കൈവരിച്ചാലും കുഞ്ഞാപ്പ് കയറിയാലും അവൻ ആ പഞ്ചായത്തിൽ കിട്ടുന്ന അതേ ശതമാനം ഭൂരിപക്ഷം വേറെ എല്ലാ മണ്ഡലത്തിലും വേണം. ഇനിയുള്ള കാലം വരെ കുഞ്ഞാപ്പൂവിനും വേണ്ടി ജനങ്ങൾ മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചാലേ ടാറ്റ കുറച്ച് വലിയ നിലയിലെത്താൻ കഴിയുള്ളൂ. ടാറ്റയും പാർപ്പിച്ചാലും മൈത്രയും എല്ലായിടത്തും തെക്കുമുറയൊക്കെ കാണപ്പൊക്കെ ഇനി എത്രയായാലും വളക്കോർമ്മ ഏത് ഭാഗമായാലും ടാറ്റനെയും മൈത്രനെയും പാർപ്പിച്ചാലും ഏത് പാടിയും കുറ്റം പറയാൻ നിൽക്കാണ്ട് പറപ്പൂനെ പൂങ്ങ പറഞ്ഞാലും ജനങ്ങൾ വലിയൊരു സമുദായം ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ നിൽക്കുക. പിന്നെ വേറെ ഭേദന്മാരുടെ കല്യാണം വേണ്ട അവിടെയും ഇവിടെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ ആരും നോക്കണ്ട. അവനാൻ്റെ സ്ഥലം കയ്യേറാക്കാൻ വേണ്ടിയത് അവനാൻ്റെ സ്ഥലം അവനാ ഭൂമി മര്യാദക്ക് തിരിച്ചു കൊടുക്കുക. ആ പേരും പറഞ്ഞ് വേറെ ലെവലും മക്കട്ടെ കുതിര കയറാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തടി കേടാവും. പിന്നെ അവൻ്റെ എല്ല് വെള്ളമാവും. പിന്നെ കടന്നോടത്തോളം എണീച്ചൂല. പിന്നെ ബഡ്സ് സ്കൂളിൽ പ്രത്യേകിച്ച് ഒരു തൊഴിൽ തുടങ്ങിയിട്ടപ്പോൾ എല്ലാവരും അതിന് സഹകരിച്ചാൽ എല്ലാവരും മുന്നോട്ട് പോവുക. പരിവാറിനും വേണ്ടിയിട്ട് കുഞ്ഞാപ്പും ഉണ്ടാവും, എന്തിനും ഉണ്ടാവും. ഞാൻ പേരിൽ എല്ലാവർക്കും ഒരു പിന്തുണയാണ് അറിയിച്ചേ. പിന്നെ രാജശ്രീ ടീച്ചറെ യാത്രാ സമ്മേളനം ഉണ്ടപ്പോൾ അതിലെല്ലാവരും മുന്നിട്ട് ജനങ്ങൾ മുന്നേറിയില്ല വളവില്ല പരകളെ കൊയ്യാക്കി ഒരു നല്ല നിലക്ക് നിന്നാലേ എല്ലാവർക്കും ഒരു പല കിട്ടുള്ളൂ. നമ്മളെ മക്കളെ ലഹരിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഫോണിൻ്റെ അഡിക്റ്റായിട്ട് ഒഴിവാക്കിയിട്ട് നല്ല തലമുറകളായിട്ട് എന്നും കൈവേറി മുന്നോട്ട് ജനങ്ങളൊപ്പം ഞങ്ങൾ മുന്നോട്ട് നയിച്ച നമ്മളെ മക്കൾ എന്നും ആരോണ്ട് ബുദ്ധിമുട്ടും പരാമർശങ്ങളായി പറവിച്ചാൽ നല്ല മക്കളായി അനുസരണം അച്ചടക്കമുള്ള മക്കളായി വളരണം. പ്രത്യേകിച്ചും ആണുങ്ങളെ നല്ല പോലെ പിന്തിരിപ്പിക്കേണ്ടത് ഉത്തരവാദിത്വം ഞമ്മക്കാണ്. അത് പറയേണ്ട സ്വാതന്ത്ര്യമുണ്ട്. ആണുങ്ങൾ നേരായ വഴിക്ക് നടക്കുക. ആണുങ്ങളെ മേത്തേക്കുള്ളൊരു പീഡനമൊന്നും ഇക്കാലത്ത് ഇവിടെ നടക്കാനും പോണില്ല. ഞാൻ പേരും പറഞ്ഞ മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിൽ ഓരോ മയക്കുമരുന്ന് കേസുകളുണ്ട്. ഇപ്പം നമുക്കറിയാം നമ്മളെ കുട്ടികൾ ഇപ്പോൾ കോൽപ്പണം കേസിൽ കുടുങ്ങി. ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് നമ്മളെ മലപ്പുറത്തിൽ തന്നെ ഇളക്കി മറിച്ചാൻ ആരും നോക്കണ്ട. ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ജില്ലയും കൂടിയാണ്.